ഇവൻ തന്നെയാണോ ക്യാമറമാൻ? ക്യാമറമാൻ തന്നെ. ഇവനാണ് ക്യാമറമാൻ എങ്കിൽ ഞാൻ ചർച്ചയ്ക്കില്ല, ചർച്ച ബഹിഷ്കരിക്കുകയാണ്. ഇവനെ മാറ്റാനൊന്നും പറ്റില്ല, ക്യാമറ മറ്റു കളിയൊന്നുമില്ല, അത് നടക്കില്ല. കാരണം എനിക്ക് ഇവനെ മാറ്റണം. എന്നാ പിന്നെ ഇങ്ങോട്ട് കയറണ്ട, ഇന്നിപ്പം കയറി ഇരിക്കുന്നു, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ചർച്ച കയറണ്ട. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ എനിക്ക് സമയം തരണം. ഈ ചർച്ച നമുക്ക് 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് നടത്താം. അതൊക്കെ 1 മണിക്കൂർ എടുത്തോ, ടൈം എടുത്തോ, നോക്കിട്ടോ. ക്യാമറമാൻ മാപ്പ് പറഞ്ഞ നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയ്ക്ക് വരില്ലായിരുന്നു. എന്തായാലും നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാറുള്ളത് പലപ്പോഴും. പക്ഷെ ഇന്നലത്തെ മത്സരം ചർച്ച ചെയ്യുമ്പോൾ വല്ലാത്തൊരു മത്സരമായിരുന്നു. മത്സരം മാത്രമല്ല, ഒരു ഡ്രാമ ആയിരുന്നു. അതെ അതെ, ലാഹോറിൽ ചർച്ച, ദുബായിൽ ചർച്ച, ആകെ മൊത്തം ചർച്ച. അവസാനം മാച്ച് റഫറിനെ മാറ്റിയില്ല, കളിക്കാൻ വരികയും ചെയ്തു. കളിച്ചിട്ട് വന്ന് നടത്തിയ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതിലും മോശം. 110 റണ്ണിന് 7 വിക്കറ്റ് ഒക്കെ പോകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇവർ കളിക്കാതിരിക്കുന്ന അവർക്ക് നല്ലത്. ഇന്നലെ കളിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഷേക്ക് അതാണ് ഇന്ത്യയോടുള്ള പ്രതിഷേധമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ നാട്ടിലൊരു വികാരം ഉണ്ടാക്കാം. കളിച്ചു കഴിഞ്ഞിട്ട് ഇന്നലെ ജയിച്ചതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ജയത്തിനൊരു നമുക്കറിയാലോ, ഇന്നലെ ഇത്തിരി പുറത്ത് തോറ്റു. ഗ്രൗണ്ടിലിരുന്നു, ഹോട്ടലിലിരുന്നു, കളിക്കില്ല എന്ന് പറഞ്ഞു. റഫറിനെ മാറ്റണം പറഞ്ഞു, റഫറിയെ മാറ്റില്ല പറഞ്ഞു. വന്ന് കളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ 1 മണിക്കൂർ സമയം വേണമെന്ന് പറഞ്ഞ് വന്ന് കളിച്ച കളി കണ്ടില്ലേ. ഇപ്പം 100 കടക്കുമെന്ന് സംശയിച്ചിരുന്ന ഒരു കളിയായിരുന്നു. അതിൽ ഷഹീൻ ഷാഫ്രിദി ഇപ്പം ബംഗാളികളെ പോലെ പണിയെടുക്കും, നമ്മൾ പറയുന്ന പോലെ പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇത് കിട്ടിയതേ ഉള്ളൂ. ഈ ടീമിനെ കൊണ്ട് മുന്നോട്ട് പോകുന്ന അവർക്ക് നിർത്തിപ്പോയത് അത്ര കാര്യം. ഇനിയിപ്പോൾ സൂപ്പർ ഫോറിൽ തന്നെ ഇന്ത്യക്കാർ ഒരു കളിക്കാൻ ചാൻസ് ഉണ്ടോ? ഇങ്ങനെ ഈ ബംഗാളികളോട് പണിയെടുക്കുന്ന പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, അതായത് സെയിം അയ്യൂബ് പറഞ്ഞിട്ടൊരു താരമുണ്ട്, അവനോട് മണലെടുത്തോണ്ട് വരാൻ പറഞ്ഞ അവൻ സിമെന്റ് ഞാക്ക് അവസ്ഥയാണ്. അവൻ പിന്നെ ഈ കുറച്ച് ഡയലോഗ് ഒക്കെ നിർത്തിയിരുന്നെങ്കിൽ ബാറ്റിംഗിൽ ഫ്ലോപ്പാണ്, ബൗളിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പം ബൂംറയുടെ 6 6 അടിക്കുന്നു പറഞ്ഞു വന്നിട്ട് 6 ബോളോ ഫേസ് ചെയ്തു. വേറെ കാര്യം കേട്ടോ, ആ പാവ അത് പറഞ്ഞിട്ടില്ല. അതിനെ കുറിച്ചിട്ട് മറ്റുള്ള താരങ്ങൾ ഇവനാണ് പുലി, ഇവനാണ് 6 ബോൾ ഫേസ് ചെയ്ത സംശയമാണ് ഈ ടൂർണമെന്റിൽ ഇതുവരെയായിട്ട്. 4 ബോൾ 2 ഗോളടക്കം 2 ബോൾ കളിച്ചു. 4 ബോളിലാണ് ഇന്ന് 6 ബോൾ 6 അടിക്കാൻ വേണ്ടി പറഞ്ഞത് എങ്ങനെയാണ്? ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ. ഈ പാകിസ്ഥാന് ഇനിയിപ്പോ എന്റെ സംശയം ഇവരിപ്പോ ഇന്ത്യക്കെതിരെ കളിക്കാൻ വേണ്ടി വരുമെന്നാണ്. കളിക്കാൻ വരുന്നില്ലെങ്കിൽ പിന്നെ അവർ പുറത്തായല്ലോ, ഓട്ടോമാറ്റിക്കലി പുറത്താവല്ലോ. സൂപ്പർ പുറത്തായി പോകാനേ ഉള്ളൂ. അല്ല, ഇതിൽ ഇന്ത്യനായിട്ട് കളിക്കാൻ വരുന്നെന്ന് വിചാരിക്കുക. സെപ്റ്റംബർ 21 ഇന്ത്യനായിട്ടുള്ള മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ വന്നാൽ എന്താണ് അവസ്ഥ? ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് നോക്ക്, 110 റണ്ണിന് 7 വിക്കറ്റ് പോയവരുടെ UAE-നായിട്ട്. സത്യത്തിൽ UAE കുറച്ചും കൂടി നല്ല ബാറ്റ് ചെയ്യാൻ അറിയുന്ന, അല്ലെങ്കിൽ ബാറ്റിങ്ങിൽ കുറച്ചും കൂടി കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ ഈ മത്സരം ഈസി ആയിട്ട് ജയിച്ചു തരുന്നത്. അത് മാത്രമല്ല, അവരുടെ ഡെത്ത് ഓവറിൽ ഈ അവസാനത്തെ ഓവറിൽ 18 റൺ അടിച്ച് നമ്മൾ ഷഹീൻ ഷാഫ്രീദിയുടെ കാര്യം പറഞ്ഞ പോലെ ഷഹീൻ ഷാഫ്രീദി ചെയ്യുന്ന എന്താ പറയുക, ഡബിൾ ഡ്യൂട്ടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 2 മത്സരത്തിലാണെങ്കിൽ പോലും 200 മേലുള്ള സ്ട്രൈക്ക് റേറ്റിൽ ഇത്രയും 6ഉം 4ഉം അടിച്ചിട്ട് ബാറ്റ് ചെയ്യാം. ഒരു ഷഹീൻ ഷാഫ്രീദി ഇല്ലെങ്കിൽ ഈ റണ്ണ് 120 കടക്കില്ല. അത് UAE കുറച്ചുകൂടി ഈസി ആയിട്ട് മത്സരം ജയിക്കാനും പറ്റുന്നതാണ്. ഷഹീൻ ഷാഫ്രീദി ഇന്നലെ 2 വിക്കറ്റും എടുത്തു. ഈ പ്രകടനം വെച്ചിട്ട് ഇന്ത്യൻ ടീമിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാല് തവിട് പൊടിയാവുന്നുള്ള ആദ്യ മത്സരത്തിൽ കണ്ടതിനേക്കാളും വലിയ സാധനമാണ് ഇനി കാത്തിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അതിലിപ്പോ ഈ പറഞ്ഞ പോലെ ഓപ്പണിംഗിൽ ഇറങ്ങുന്ന താരങ്ങള്, അല്ല ഓപ്പണിംഗിൽ ഞാൻ പറയുന്നില്ല, ഒരു ടോപ്പ് മിഡിൽ ഓർഡർ ആയാലും ഏത് താരങ്ങളായാലും ഒരു പാക് ടീമിന്റെ എന്നുള്ളൊരു ക്രിക്കറ്റിനെ പറ്റിയൊരു ഒരു നമ്മൾ പ്രതാപകാലത്തെ പാക്കിനെ മനസ്സിൽ കാണുന്നതുകൊണ്ടായിരിക്കും പറയുന്നത്. പ്രതാപകാലം എന്ന് പറഞ്ഞത് നമ്മൾ കളിച്ച് കണ്ടുകൊണ്ടിരുന്ന കാലത്തെ. അപ്പം അതെന്തായാലും വരുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പ്രതിരോധം അല്ലെങ്കിൽ എന്തൊരു പോരാട്ട വീര്യം കാണിക്കുന്ന ഒരു ടീമായിട്ട് മാറേണ്ട ഇതുണ്ട്. ഇപ്പം ഫയർസാമൻ ഒരു ഇന്നിങ്സ് നമുക്ക് മാറ്റി വെക്കാൻ പുറത്താം. പക്ഷേ അതും നമുക്കറിയാം, ഇങ്ങനെ ഈ UAE-ക്കെതിരെയാണ് അവർ കളിച്ചത്. നമ്മളതൊക്കെ പറയുമ്പോൾ ഈ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും 50 അടിച്ചു എന്ന് പറയുമ്പോഴായാലും 150 അടിച്ചെന്ന് പറയുമ്പോൾ UAE-ക്കെതിരെയാണ്. ഇന്ത്യ എത്ര ഓവറിലെ കളി ജയിച്ചാൽ കൂടെ നോക്കണേ ഇവരോട്. ആ സാധനം വരുന്ന സമയത്ത് അവർ കളിക്കുന്നത്. ഇവർ ഇനിയിപ്പോൾ ശ്രീലങ്കയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അഫ്ഗാന്റെ മുമ്പിൽ എത്തി, ബംഗ്ലാദേശും ആരും ആവട്ടെ, അവരോട് ഇവർക്ക് ജയിക്കാൻ വേണ്ടി പറ്റുമോ? നാടൻ കിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പിന്നെ ഈ ടീമിന് ഇന്നലെ തന്നെ നിർത്തിയിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് കളിക്കേണ്ട വിലക്ക് എന്ന് പറഞ്ഞാൽ സമാധാനം. നമ്മളെ വിലക്ക് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ. പിന്നെ ഒരു വികാരം കൂടുതലാണ്. അപ്പോൾ നമുക്കതിന് കൈ തന്നില്ല, നമ്മൾ ആ വികാരം മുൻനിർത്തി നമ്മൾ കളിക്കുന്നില്ല, പരമ്പര എന്ന് പറയും. അങ്ങനെ പോയി പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മാലയിട്ട് സ്വീകരിച്ചാണ് പാകിസ്ഥാൻ ആരാധകർ. ഇനിയിപ്പം കല്ലുമാല മാത്രമേ ഉണ്ടാവും, ഓരോ സംശയം ഉണ്ടാവില്ല, തല്ലുമാലയാവും. ഇത് പാകിസ്ഥാന്റെ പ്രശ്നം നോക്കുമ്പോൾ അവരുടെ ബാറ്റിംഗ് വളരെ മോശമാണ്. ബാറ്റിങ്ങിന്റെ ഒരു ഇത് പറയുമ്പോൾ ടോപ്പ് ഓർഡറും മധ്യനിരയും ഒരു ഓപ്പണറാണ് 3 കളി ഡക്കായിട്ട് പുറത്താവുന്നത് എന്നുള്ളതാണ്. മധ്യനിരയുടെ ബാറ്റിങ്ങിന്റെ കാര്യം പറയണ്ട. സൽമാൻ അലി ആകെ ടെസ്റ്റ് ആണോ കളിക്കുന്നത്? അത് ഞാൻ ചില സമയത്ത് ആകടെ ബാറ്റിംഗ് കാണുമ്പോൾ സംശയിച്ചു പോകുന്നുണ്ട്. ഇത് ഏഷ്യ കപ്പ് ഇത്തവണ ടെസ്റ്റ് ഫോർമാറ്റിലാണോ എന്ന് വരെ സംശയിച്ചു പോകുന്നു. അല്ല, ഇത് ഞാനിപ്പോ കാണുന്നത് ബാബർ അസ്വാനെ റിസ്വാനെ മാറ്റിയിട്ടാണല്ലോ ഇവരൊക്കെ കൊണ്ടുവരുന്നത്. ബാബർ അസ്വാൻ ഇതിനേക്കാളും നല്ല ഒരു ബോളിംഗ് കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ചെറുതായിട്ടൊക്കെ മാറ്റി. ഈ മെച്ചാണെന്ന് പറഞ്ഞിട്ട്
T20. പക്ഷെ അവർക്ക് പകരം കൊണ്ടുവന്നിട്ട് ആ താരങ്ങൾ അങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ കളിക്കുക എന്ന് നമ്മൾ ടീം എടുക്കാൻ പറഞ്ഞിട്ടുള്ള അറിയില്ല. മത്സരത്തിന് മുമ്പ് പാക് പ്രതിനിധി, കമന്ററിയിലുള്ള പാക് പ്രതിനിധി ചർച്ച ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാണ്. നമ്മൾ ഈ മത്സരം നടക്കില്ല എന്നുള്ളതിന്റെ ഇടയിൽ ഇത് ശ്രദ്ധിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണ എല്ലാ ടീമുകളും 11 താരങ്ങളെ തെരഞ്ഞെടുത്തിട്ട് ടീമിൽ കളിക്കാൻ യോഗ്യതയുള്ള 11 താരങ്ങളെ തെരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് ഒരാളെ ക്യാപ്റ്റൻ ആക്കുകയാണ് ചെയ്യുക. ഇവിടെ ആദ്യം 10 ആളെ തെരഞ്ഞെടുത്തിട്ട് പുറത്തുനിന്ന് ഒരു ക്യാപ്റ്റനെ കൊണ്ടുവന്നു എന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. നമ്മൾ പറയുന്നതല്ല, പാക് കമന്ററിയിൽ പാക് പ്രതിനിധി പറയുന്ന കാര്യമാണ്. സൽമാൻ അലി ആകടെ ഇത് നോക്ക്, സ്ട്രൈക്ക് റേറ്റ് നോക്ക്, 120 ഒക്കെ ആ രീതിയിലാണ് ഒരു T20 സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇനി ഞാനും കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ഇന്ത്യ പാക് മത്സരത്തെ കുറിച്ച്. അപ്പൊ ഇന്ത്യയുടെ ഒരു കരുത്ത് നോക്ക്, ബാറ്റിങ്ങിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 8ാമത്തെ പൊസിഷനിൽ ഇന്ത്യക്ക് ഇങ്ങനെ ഇപ്പൊ ഇന്ന് തോന്നുകയാണ്, ഇന്ന് ബോളിങ്ങിന് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ട് ഒരു ടീമിന് ഇറക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ടീമുണ്ട് ഇന്ന്. ഇത് ഏത് കണ്ടീഷനിലും ഇത് കളിക്കാൻ പറ്റുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടീം ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇത്. ഇപ്പോ അടുത്ത മത്സരത്തിൽ ഇവർ ഇതുപോലത്തെ ഡ്രാമ കളിക്കാൻ ഇറങ്ങുന്നില്ല, അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഫസ്റ്റ് മത്സരം സൂപ്പർ 4 നമുക്ക് ചിലപ്പോൾ കണ്ടുവരും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇന്നലെ ഇപ്പൊ ഒരു മസിൽ പിടിച്ചു തന്നു. അല്ല, രണ്ടാമത്തെ മത്സരമാണ് 21-നാണ് മത്സരം. അല്ല, ഫസ്റ്റ് മത്സരം 21-ന്. അപ്പൊ പിന്നെ അവിടെ അതിൽ കണ്ടുവരും ഇനി പാകിസ്ഥാന് കളിക്കാനുള്ള മത്സരം ഇന്ത്യക്കെതിരെയാണ്. അപ്പൊ അതിൽ തന്നെ കണ്ടുവരും. കാരണം മാച്ച് റഫറിയെ മാറ്റാൻ വേണ്ടി പറയുന്നു, പിന്നെ മാറ്റില്ല എന്ന് പറയുന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണല്ലോ, മാച്ച് റഫറി മാറ്റില്ലാന്ന്. പക്ഷെ പാകിസ്ഥാൻ മത്സരത്തിൽ മാറ്റുമെന്ന് അഭ്യൂഹം ഉണ്ടായിരുന്നു. അത് ആവശ്യപ്പെട്ട് അത് നടന്നില്ല എന്നുള്ളത് അവിടെ തോറ്റിട്ടാണ് ഇവർ കളത്തിലേക്ക് വരുന്നത്. പാകിസ്ഥാൻ താരങ്ങളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കണം. ചിലപ്പോൾ താരങ്ങളുടെ തീരുമാനമായിരിക്കില്ല ഇത്. പി സി ബിയുടെ എന്ന് പറയുമ്പോൾ അതിൽ നക്വി ഉണ്ട് എങ്കിൽ കൂടി അവരുടെ തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ മാനേജ്മെന്റ് തീരുമാനമായിരിക്കാം ഒരു പ്രതിഷേധം അറിയിക്കണം എന്ന് പറയുന്നു. ഡ്രാമയാണ് ഒട്ടടക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാമറമാനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് അതേ ക്യാമറമാനെ മുന്നിരുന്നിട്ട് ഞാൻ ഈ ചർച്ച ചെയ്യുന്ന പോലത്തെ അവസ്ഥയാണ്. സൽമാൻ അലി ആകെ സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്ക് തൊണ്ട കേടറുന്ന പോലെയൊക്കെ എനിക്ക് അല്ല, ഓരോ മാനസികാവസ്ഥ നോക്കണം. ഇതിപ്പം പിന്നെ മാനേജ്മെന്റ് ക്യാപ്റ്റന്റെ തീരുമാനമായിരിക്കണം എന്നില്ലല്ലോ. മാനേജ്മെന്റ് പറയുന്നു കളിക്കാൻ പോകണ്ട, കുറച്ച് ഡ്രാമ ഓടിച്ചെടുക്കണം. അപ്പം ഇത് കഴിഞ്ഞിട്ട് മാറ്റുമെന്ന് നോക്കുന്നു, മാറ്റുന്നില്ല. ഇയാളെ ഒന്ന് ടോസ് വാങ്ങാൻ വേണ്ടി വാങ്ങിയിട്ട് ടോസ് ചെയ്യേണ്ട അവസ്ഥ, അവിടെ നോക്കി സംസാരിക്കേണ്ട അവസ്ഥ. അത് ഇയാളെ മുഖത്ത് നോക്കണം. നമ്മളിപ്പോൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പരസ്യമായിട്ട് നിലപാടെടുത്തിട്ട് അവർ രണ്ടുപേര് കാണുന്നില്ലല്ലോ, കോടിക്കണക്കിന് ആൾക്കാരെ കാണുന്നില്ല, ലോകം മൊത്തം കാണുവാണ് ഇത്. ഇവരുടെ ഡ്രാമ കളിക്കുന്നത് 1 മണിക്കൂർ വൈകി മത്സരം തുടങ്ങുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മത്സരം ശരിക്കും 1 മണിക്കൂർ വൈകി നടത്തില്ല. അതിൽ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ കാണികൾ കാത്തിരുന്നവരായത് നമ്മളിപ്പോ മത്സരം വൈകിച്ചാൽ വരുന്നില്ല, അതിന് വല്ല ഇതും ഉണ്ടാവും, നടപടികൾ ഉണ്ടാവും എനിക്ക് കാത്തിരുന്ന് കണ്ടു. ICC ഇടപെടുന്ന എനിക്ക് തോന്നുന്നു, ഇടപെടേണ്ടതാണ് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ. പക്ഷെ ഇതിലിപ്പം എന്ത് പരിഗണന കൊടുക്കേണ്ട വിഷയമാണ്. നേരത്തെ പറഞ്ഞല്ലോ മാറ്റില്ലാന്ന്, കളിക്കാൻ പറ്റില്ല, കളിക്കണ്ട വിലക്ക്, അത് തന്നെ അതിന്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടാവാൻ പറ്റില്ല. പക്ഷെ അതും കഴിഞ്ഞിട്ടൊന്നും ഈ താരങ്ങൾ ഈ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നമ്മൾ വേറെ തന്നെ കാണണം. ഇത് തീരുമാനത്തിന് വേണ്ടിയിട്ട് ഇവരാണ് ഒരു കുരുതികളായി മാറുന്നത്. ഇവർ വന്നിട്ട് ഇത് കളിക്കുന്നു, അവരുടെ കളിയുടെ സ്വാഭാവിക ശൈലി അല്ലെങ്കിൽ മാനസിക ഒരു പിരിമുറുക്കം എന്തായാലും ഉണ്ടാവും. കളത്തിലെ പിരിമുറുക്കമല്ല, അതിന് പുറത്തുള്ള ഈ പൊളിറ്റിക്സ് ഒക്കെ വരുന്നുണ്ട് അവരുടെ മനസ്സിൽ. ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. UAE-ക്കെതിരെ ആണെങ്കിൽ കൂടി നമ്മൾ പറയുമ്പോൾ ആ താരങ്ങളോട് നമ്മൾ പരിഗണിക്കണം, മനസ്സിൽ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ താരങ്ങൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇന്ത്യക്കെതിരെ എന്തായാലും സൂപ്പർ 4-ൽ പാകിസ്ഥാന് ഈ നിലവിലെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ജയിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള മാച്ച് വിന്നേഴ്സ് ഉണ്ട് ഇന്ത്യൻ ടീമിൽ. ഒരുപാട് മാച്ച് വിന്നേഴ്സ് ഉണ്ട്. ഓരോ താരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ താരങ്ങളും ഒറ്റക്ക് കളി ജയിപ്പിക്കാൻ കരുത്തുള്ള താരങ്ങളാണ്. പിന്നെ അതുപോലെ വേൾഡ് ക്ലാസ് സ്പിൻ അറ്റാക്കാണ് ഇന്ത്യൻ ടീമിനുള്ളത്. കുൽദീപ് യാദവ്, അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തി ഇപ്പൊ ഇന്നലെ ലോക 1-ാം നമ്പർ T20 ബോളർ ആയിട്ടുണ്ട്. അത് ഭയങ്കര ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഒരു പ്രകടനം, ഇന്ത്യൻ ടീമിന്റെ ഒരു പ്രകടനം, അതിന്റെ 7 അയലത്ത് എത്താൻ പാകിസ്ഥാന് കഴിയില്ല. പിന്നെ അതുപോലെ ഫിനിഷേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഓപ്ഷനുകൾ പുറത്തിരിക്കുകയാണ്. അതെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു മത്സരം, ഒമാനെതിരെയുള്ള മത്സരമൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ബെഞ്ച് സ്ട്രെങ്ത് എന്തെങ്കിലും പരീക്ഷിക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഇന്ന് രാത്രിയാണ് മത്സരം, ഇന്നല്ല നാളെ രാത്രിയാണ് മത്സരം നടക്കുന്നത്. ഇന്ന് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ മത്സരം നടക്കുന്നുണ്ട്. പിന്നെ പാകിസ്ഥാന്റെ വീക്ക്നെസ് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ബാറ്റിംഗിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല, മധ്യ ഓവറുകളിൽ വളരെ മോശം അവസ്ഥ, ടോപ്പ് ഗിയറിലേക്ക് പോകാൻ പറ്റണില്ല. സെക്കൻഡിലേക്ക് പോകാൻ വേണ്ടി ഒരാൾ വേണ്ടേ, അതില്ല അവിടെ. ഒരു താരമെങ്കിലും ഒരു ഷോൾഡറിലൊക്കെ എടുക്കാൻ വേണ്ടി ടീമിനെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാങ്കൃത കളിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇന്നലെ ഇപ്പൊ നമ്മള് ഫഖർ സൽമാനെ പറയാമെന്ന് മാത്രമേ കാണൂ, കാരണം ഈ ടീമിനെതിരെയാണ്. പക്ഷെ അവിടെ പോലും ഒരു ആധിപത്യം കാണിക്കേണ്ട ഒരു ഇത് വരുന്നില്ലേ. നമ്മള് ബാബർ അസ്ലമിനെ പറയുന്ന സിംബാബ്വെ മർദ്ദകൻ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അവരുടെ കളിക്കാൻ വേണ്ടി കൂടുതൽ കിട്ടിയത് അവരൊക്കെ കാണിച്ചിരുന്നു, അത് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ ഒരാൾക്ക്. അതെ, പിന്നെ ടോപ്പ് ഓർഡറിന്റെ ഒരു തോൽവി, പിന്നെ ഇപ്പോഴത്തെ പുറത്തുള്ള കളിക്കളത്തിന് പുറത്തുള്ള ഈ പറഞ്ഞ പ്രതിസന്ധികൾ പാക് ടീമിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഫഖർ സൽമാനും അതുപോലെ തന്നെ ഈ വാലറ്റത്തിന്റെ മേലെ അമിതമായിട്ട് ഇപ്പൊ ഷെയ്ൻ ഷാഫ്രീദി പറയണം, ഞാനിത് എന്തിനു വേണ്ടിയിട്ടാണ്
അത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഷാഹിൻ ഷഫ്രീദി ഒരു ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും, പുള്ളി ബോൾ ചെയ്യുന്നു ബാറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് അടുത്ത മത്സരത്തിൽ ഇനി അവര് ഷാഹിൻ ഷഫ്രീദിനെ കുറച്ചുകൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഉള്ളതാണ് കണ്ടറിയേണ്ടത്. വേറെ കാര്യമുണ്ട്, ഷാഹിൻ ഷഫ്രീദി സ്പിന്നിനെതിരെയൊക്കെ കളിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോ എങ്ങനെയാണെന്നുള്ളതും കൂടി കണ്ടറിയേണ്ടതാണ്. എന്തായാലും അടുത്ത സെപ്റ്റംബർ 21 മത്സരം പാകിസ്ഥാനെ സംബന്ധിച്ച് അടുത്തൊരു തോൽവി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഏത് ഘടകം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഘടകത്തിലും ഇപ്പൊ UAE ഒമാനെതിരെയുള്ള പെർഫോമൻസ് ആണെങ്കിലും UAE പെർഫോമൻസ് ആണെങ്കിലും അത്ര നല്ല ഒരു ഇതല്ല അവർക്ക് ഉള്ളത്. ബോളിംഗ് ആണ് ഉള്ളത്. ബോളിംഗ് സ്വാഭാവികമായിട്ടും ബോളിംഗ് വലിയ അടിപൊളി ബോളിംഗ് ഉണ്ടായിട്ട് തീരെ ഒരു ഇതുമില്ലാത്ത എന്താ പറയാ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ബാറ്റിംഗ് ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ ഇന്ത്യൻ ടീമിന് മറുവശത്ത് ബോളിംഗും ബാറ്റിംഗും എല്ലാം ക്വാളിറ്റി ഉള്ളതാണ്. പുറത്തിരിക്കുന്ന താരങ്ങൾ പോലും മികവ് പുലർത്തുന്ന താരങ്ങളാണ്. അപ്പൊ എന്തായാലും അടുത്ത മത്സരം ഇന്ത്യനെ സംബന്ധിച്ച് ജയിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. പാകിസ്ഥാനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ നാണക്കടിയിൽ നിന്ന് കരകയറണം എന്നുള്ളതാണ്. പക്ഷെ അത് അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മത്സരത്തിന് മുമ്പ് എന്താണ് സംഭവിക്കുക എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നലത്തെ ഡ്രാമ, ഇന്നലത്തെ ഭീഷണി എല്ലാം പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്ന സമയത്ത് ക്രിക്കറ്റിനെ സംബന്ധിച്ച് അടുത്ത മത്സരം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയാൻ ഇപ്പൊ തന്നെ ഒരു ആകാംക്ഷയുണ്ട്. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ കളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പഴയ ഹാൻഡ് ഷേക്ക് വിവാദമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പാകിസ്ഥാൻ കളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇന്ത്യ ഒരു തകർപ്പൻ വിജയം നേടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷിക്കുക. അങ്ങനെ ഇന്ത്യ വിജയിക്കുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.